നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡുകളുടെ അവസാനത്തിൽ ആത്തലിസ്റ്റിനെ കൊന്നത് കാരണം കൊണ്ട് ബിയാൻ ഫ്ലോക്കിയെ പിടിച്ച് ബന്ദിയാകും. പക്ഷേ എന്നാലും അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയ ഫ്ലോക്കിയെ റാഗ്നറിന്റെ ആൺമക്കളായിട്ടുള്ള ഊബെ, ഹിൻസെങ്ക് ഇവരെല്ലാവരും കൂടെ ചേർന്ന് പിടിക്കും. പിന്നീട് കാത്തക്കെട്ട് വിട്ട് കഠിനമായിട്ടുള്ള ജീവിതശൈലി നയിക്കാനായിട്ട് ബിയാൻ കാത്തക്കെട്ട് വിട്ട് പോകും. റാഗ്നറിന്റെ മുറിവുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മാറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഏത്തൽ വുൾഫ് ക്യൂൻ കുന്തിനത്തിനെയും അവളുടെ മകൻ മാഗ്നസിനെയും രക്ഷിക്കും. അതുമാത്രമല്ലാതെ ഈ കഠിനമായിട്ടുള്ള ശൈത്യകാലം കാരണം കൊണ്ട് ഫ്ലോക്കിയുടെയും ഹെൽഗയുടെയും മോളായിട്ടുള്ള ആങ്കർ ബോഡ മരിച്ചുപോയി. ഇതിനുശേഷം ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. വൈക്കിംഗ് സീസൺ 4 എപ്പിസോഡ് 3 മെഴ്സി. തുടക്കത്തിൽ തന്നെ ഗുഹയുടെ ഉള്ളിൽ കെട്ടിയിട്ടിരിക്കുന്ന ഫ്ലോക്കിയാണ് കാണിക്കുന്നത്. ഫ്ലോക്കി നല്ല വേദനയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളായിട്ട് ഇങ്ങനെ കഠിനമായിട്ടുള്ള ശിക്ഷകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഹെഡേബിൽ ലഗാത്തയും കാൽഫും കൂടെ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടിരിക്കുമ്പോൾ ഇപ്പം കാൽഫ പറയും, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ എനിക്ക് നിന്നെ നല്ല ഇഷ്ടമാണ്. ഏളാവണമെന്ന് എൻ്റെ ലക്ഷ്യമായിരുന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ സത്യം അതല്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരേ ഒരു കാര്യമാണ്, നീ മാത്രമാണ്. നമുക്കൊരുമിച്ചൊരു കുഞ്ഞിനെ സ്വപ്നത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ടും സന്തോഷമാവുമെന്ന് പറയാം. അപ്പം ലഗാത്തയാണെങ്കിൽ ഒന്നും തന്നെ ഇങ്ങനെ മിണ്ടില്ല. ഇപ്പം കാൽഫ് ആ രാത്രിയിൽ പുറത്ത് വന്നിങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അവിടേക്ക് ഏർലൻഡർ വന്ന് പറയും, ബിയാൻ ലോത്ത്ബ്രോ കാത്തകെട്ട് വിട്ട് ഉൾക്കാട്ടിൽ കഠിനമായിട്ടുള്ള ജീവിതശൈലി നയിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അവനെ കൊല്ലാൻ ഏറ്റവും നല്ല മികച്ച അവസരം ഇതാണ്. എൻ്റെ ലക്ഷ്യം പോലെ തന്നെയാണ് നിൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് പകരം ചോദിക്കാതെ ഞാൻ വിശ്രമിക്കില്ല. അപ്പ കാൾഫ് സമ്മതിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് ഏറ്റവും നല്ല അവസരം. അവനെ കൊല്ലാനായി ഏറ്റവും മികച്ച ഒരാളെ എനിക്കറിയാം. അവനെ വെച്ച് ബിയാനെ തീർക്കാമെന്ന് പറയും. ഇപ്പം ഏർലൻഡർ വീട്ടിൽ പോയി ഒരു പെട്ടി തുറന്ന് നോക്കിയതും അതിൻ്റെ ഉള്ളിൽ നിന്നൊരു നെക്ലസ് കിട്ടും. അതായത് ഇതിനു മുൻപ് ബിയാൻ ടോർവിക്ക് സമ്മാനമായിട്ട് കൊടുത്തില്ല ആ നെക്ലസ് തന്നെ. എന്നിട്ട് ടോർവിയോട് പറയും, ഞാൻ നിന്നോട് വളരെ മോശമായിട്ട് ഇത്രയും കാലം പെരുമാറിയത് ആലോചിക്കുമ്പോൾ എനിക്കും സങ്കടം വരുന്നു. ഇതിനെല്ലാത്തിനും കാരണം നിനക്കും ബിയാനും ഇടയിൽ സംഭവിച്ച ആ കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ നെക്ലസ് ടോർവിയുടെ കയ്യിൽ തന്നെ ഇങ്ങനെ തിരിച്ചു കൊടുക്കും. ഇത് കേൾക്കുന്ന ടോർവിക്കാണെങ്കിൽ ഒരേ നെട്ടിൽ നന്നായിട്ട് സന്തോഷപ്പെടും. എന്താണെന്ന് വെച്ചാൽ ഏർലൻഡർ ആദ്യമായിട്ടാണ് ടോർവിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്. എവിടെ ബിയാൻ ആ കാട്ടിൻ്റെ ഉള്ളിൽ ആ ശൈത്യകാലത്ത് എന്തോ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ കെണി ഉണ്ടാക്കി വെക്കും. ഫ്ലോക്കി അവിടെ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. ഫ്ലോക്കിയുടെ തലയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് കാരണം കൊണ്ട് ആ ശൈത്യകാലത്ത് തലയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തണുത്ത് ഇങ്ങനെ ജലദോഷം വരുമല്ലോ. പിന്നെ ഫ്ലോക്കിയെ കൊണ്ട് ഉറങ്ങാനും പറ്റില്ല. ഇങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളം ഫ്ലോക്കിയുടെ തലയിലൊന്നും ആവാത്ത പോലെ ഹിൽഗ ഒരു പാത്രം വെച്ച് ഫ്ലോക്കിയുടെ തലയിലൊന്നും ആവാത്ത പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. ഫ്ലോക്കിയുടെ ഉയരത്തിന് ഹിൽഗയും എത്ര നേരം തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കും. ആ വെള്ളം നിറഞ്ഞതും അതിങ്ങനെ ഒഴിച്ചു കളയാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി ഒഴിച്ചു കളഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ വിശ്രമിക്കും. അപ്പം തന്നെ ഫ്ലോക്കിയുടെ തലയിൽ പിന്നെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒറ്റാനായിട്ട് തുടങ്ങും. അപ്പം തന്നെ ഫ്ലോക്കി ഇങ്ങനെ കണ്ണ് തുറക്കും. എന്നിട്ട് വേദനിച്ചിട്ട് നന്നായിട്ട് വേദനിക്കും. ഫ്ലോക്കിയെ കൊണ്ടാണെങ്കിൽ ഈ വേദനയൊന്നും സഹിക്കാനേ പറ്റുന്നില്ല. അത്രയും വേദനയുണ്ട്. ഹെൽഗ എന്ന് പറഞ്ഞ് വിളിച്ച് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹെൽഗയെ എഴുന്നേൽപ്പിക്കും. അപ്പോൾ തന്നെ അവളും എണീറ്റ് പോയിട്ട് ഫ്ലോക്കിയുടെ തലയിൽ ഒറ്റിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിന് ഒരു പാത്രത്തിലാക്കി പിന്നെ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഫ്ലോക്കിക്ക് മനസ്സിലായി താൻ കാരണം കൊണ്ടാണ് തൻ്റെ ഭാര്യ ഇത്രയ്ക്ക് കഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഹെൽഗ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിങ്ങനെ ക്ഷമ ചോദിക്കും. അപ്പോൾ ഹെൽഗയും എന്നോടും ക്ഷമിക്കൂ എന്ന് പറഞ്ഞിങ്ങനെ പറയും. ഹെൽഗ എന്തിനാണ് ഇങ്ങനെ ക്ഷമ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ കാൽഫ് ഒരു വലിയ ഭീകര രൂപവും നീണ്ട താടിയും നീണ്ട മുടിയൊക്കെ ആയിട്ട് വലിയൊരു കോടാലിയും പിടിച്ച് വരുന്നൊരു മനുഷ്യ മൃഗത്തിനെ ബിയാനെ കൊല്ലാനായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. ഇപ്പൊ ഇവനെ വെച്ചാണ് ഈ മനുഷ്യനെ വെച്ചാണ് ബിയാനെ തീർക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഏർലൻഡർ വന്ന് പറയും, ദൈവം നിനക്കൊപ്പം ഉണ്ടാവും സുഹൃത്തെ, ഇതൊരു രക്ഷയാണ്. ഇതെന്റെ അച്ഛൻ്റെ മോതിരമാണ്. ആരെങ്കിലുമൊക്കെ നിന്നെ എന്തെങ്കിലുമൊക്കെ തടയാൻ നോക്കിയാൽ കിങ് ഹോറിക്കിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ മതി. കപ്പലുകളുടെ പിതാവ് ഫ്ലോക്കി നിർമ്മിച്ച ഈ മോതിരം നിനക്കവനെ കാണിച്ചു തരും. ഇത് നിന്റെ അരികിൽ ഉണ്ടെങ്കിൽ നിന്നെ ആരും തൊടില്ല എന്ന് പറഞ്ഞു കൊടുക്കും. നീ എന്ത് ചെയ്താലും ബിയാൻ ഐൻസെഡിനെ കൊല്ലണം. കാൽഫ് തിരിച്ചു വരുമ്പോൾ നിനക്കായി ഇവിടെ കാത്തിരിക്കുന്നത് സ്വർണവും വെള്ളിയുമായിരിക്കും. അതും വിജയിച്ചാൽ മാത്രം എന്ന് പറഞ്ഞിങ്ങനെ അയച്ചുവിടും. ഇവിടെ പാരീസിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പ്രിൻസസ് ഗിസ്ല തൻ്റെ ഭർത്താവായിട്ടുള്ള റോളോയിനെ എല്ലാവരുടെ മുന്നിലും വെച്ച് ഇങ്ങനെ അപമാനപ്പെടുന്നത് പോലെ ഇങ്ങനെ സംസാരിക്കും. ഇവൻ്റെ കൂടെയൊക്കെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു അറപ്പായിട്ടുള്ള കാര്യമാണ്. ഇതിനേക്കാളും നല്ലത് എൻ്റെ ജീവനോടുകൂടി കത്തിക്കുക, അല്ലെങ്കിൽ എൻ്റെ തല അറുത്തു മാറ്റൂ. അപ്പോൾ റോളോ, നീ എൻ്റെ പെണ്ണാണ് എന്ന് പറഞ്ഞ് ഗിസ്ലയുടെ കയ്യിൽ തന്നെ തൊട്ടത്. അപ്പം തന്നെ ഗിസ്ല എങ്ങനെ കത്തും, തൊട്ടുപോകരുത്, എന്നെ തുടരുത് വൃത്തികെട്ട ജന്തു, ഞാൻ ഒരിക്കലും നിൻ്റെ ഭാര്യയല്ല, എന്നെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് റോളോയുടെ മുഖത്ത് തന്നെ ഇങ്ങനെ മദ്യം ഒഴിച്ചിട്ട് എനിക്ക് വിവാഹമോചനം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും.
ഇപ്പോൾ റോളോ നന്നായിട്ട് അപമാനപ്പെട്ടു. ദേഷ്യം വന്ന് അവിടെയുള്ള മേശയുടെ മുകളിൽ കൂടെ അങ്ങനെ കയറിയിട്ട് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോകും. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ റോളോ പാരീസ് തന്നെ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എംപറർ ചാർലസ് കൗണ്ടോടോട് റോളോനോട് പോയിട്ട് സംസാരിച്ച് സമാധാനപ്പെടുത്താനായിട്ട് ഇങ്ങനെ പറയും. എന്താണെന്ന് വെച്ചാൽ റാഗ്നർ മാത്രം തിരിച്ചു വന്നു കഴിഞ്ഞാൽ റോളോയുടെ സഹായം തീർച്ചയായിട്ടും പാരീസിന് അത്യാവശ്യമാണ്. റോളോ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ അവിടേക്ക് കൗണ്ടോടോ വരും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കൗണ്ടോടോയ്ക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ, വേറൊരു കൈയുടെ പത്തിയില്ല. അത് വേറെ എന്തോ ഒരു ലോഹം കൊണ്ട് നിർമ്മിച്ചതാണ്. റോളോയോട് ഇങ്ങനെ പറയും, പ്രഭു വരൂ, പാരീസും ഞാനും നിങ്ങളും എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാൻ നോക്കുമ്പോൾ പക്ഷേ റോളോയ്ക്കാണെങ്കിൽ ഈ പറയുന്ന ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഇതൊന്നും മനസ്സിലാകാതെ ദേഷ്യത്തിൽ ആ ഫ്രാങ്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ തൊട്ടു നോക്കിയിട്ട് ആ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് കൗണ്ടോയോട് പറയും, ഞാൻ ഇതുപോലെ ഫ്രാങ്കിയൻ ഭാഷ, പാരീസിൻ്റെ ഭാഷ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ആംഗ്യത്തിൽ കാണിക്കും. അപ്പോൾ തന്നെ കൗണ്ടോടോയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാനൊരു അധ്യാപകനെ കണ്ടെത്താം, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ സംസാരിക്കാം എന്ന് പറയും. കൗണ്ടോഡോ നേരെ എംപറർ ചാർലസിൻ്റെ അടുത്ത് പോയിട്ട് പറയും, റോളോ എന്തായാലും പാരീസ് വിട്ടു പോവില്ല എന്ന് പറഞ്ഞതും ഇപ്പോഴാണ് എംപററിന് സമാധാനമായത്. എവിടെ റാഗ്നർ ഫ്ലോക്കിയുള്ള ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോകും. എന്നിട്ട് ഫ്ലോക്കിയെ നോക്കിയിട്ട് ഹിൽഗയോട് ചോദിക്കും, നീ അവനോടൊന്നും പറഞ്ഞില്ലേ? അവനും ഇതെല്ലാം അറിയണം ഹിൽഗ എന്ന് പറഞ്ഞിട്ട് റാഗ്നർ അങ്ങനെ പോകും. അപ്പ ഫ്ലോക്കി, എന്തിനെ പറ്റിയാണ് അവൻ പറയുന്നത് ഹിൽഗ? നീ എന്താണ് ഒളിക്കുന്നത്? അപ്പ ഹിൽഗ ഇങ്ങനെ കരഞ്ഞിട്ട് പറയും, നമ്മുടെ മോള് മരിച്ചു, അവൾക്കൊരു അസുഖം വന്നു, എനിക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് കേട്ടതും ഫ്ലോക്കിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. നന്നായിട്ട് സങ്കടം വന്നിങ്ങനെ തേങ്ങി കരയും. ഇവിടെ ബിയാൻ വെച്ച കെണിയിൽ ഏതൊരു മൃഗം വന്ന് പെട്ടു. പക്ഷെ ആ കെണിയിൽ നിന്ന് ആ മൃഗത്തിനെ വേറെ ഏതൊരു മൃഗം എടുത്തുകൊണ്ട് പോയി. ഇപ്പൊ ആ ചോരയെ പിന്തുടർന്ന് ബിയാൻ ഇങ്ങനെ പോകും. ഇപ്പൊ ഒരു കരടിയുടെ ശബ്ദം കേൾക്കും. ഇപ്പൊ ബിയാന് മനസ്സിലായി ആ കെണിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് ഏതൊരു കരടിയാണെന്ന്. ഇവിടെ വെക്സസിൽ സൈന്യമാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പരിശീലനമൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിൽ നിന്ന് വന്ന ആ പ്രീസ്റ്റ് പ്രൊഡിൻഷ്യൻസ് അദ്ദേഹം സമ്മതിച്ച് ജൂഡിറ്റിന് ഇതുപോലെ വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് എങ്ങനെയാണ് മൊഴിമാറ്റം ചെയ്യുന്നത്, എങ്ങനെയാണ് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത്, അതിനൊക്കെ എങ്ങനെയാണ് വർണ്ണങ്ങളൊക്കെ നൽകുന്നത് എന്ന് പറഞ്ഞ് അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു തുടക്കം പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ജൂഡിറ്റിനോട്. അപ്പോൾ ജൂഡിറ്റ്, നിങ്ങൾ ഫ്രാങ്കിൽ നിന്നല്ലേ? കുറച്ച് നാളുകൾക്ക് മുൻപ് നോർത്ത് മാൻസ് പാരീസിൽ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലതും കേട്ട് കാണുമല്ലോ. അപ്പർ പ്രൊഡിൻഷ്യൻസ്, തീർച്ചയായിട്ടും മുഴുവൻ യൂറോപ്പിലും ഇത് വിവാദമായ ഒന്നായി മാറിക്കഴിഞ്ഞു. എല്ലാ ദിക്കിൽ നിന്നും ഒരുമിച്ചുള്ള ആക്രമണമായിരുന്നു അത്. ആ പാവപ്പെട്ട ക്രിസ്ത്യൻ ജനത എത്രത്തോളം സഹിച്ചു എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. റാഗ്നർ ലോത്ബ്രോക്ക് എന്ന് പറയുന്ന അവരുടെ കിങ് മരിച്ചു പോയതുപോലെയാണ് പാരീസിൻ്റെ ഉള്ളിൽ കയറിയത് എന്ന് പറഞ്ഞ് ഇങ്ങനെയെല്ലാം പറയും. ശരി, നിങ്ങൾക്ക് റാഗ്നറിന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷുകാരനുമായ എത്തിലിസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുമോ? ആ ക്രിസ്ത്യാനിയാണോ? അവനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷെ അവൻ കാരണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയാം. അവനെ പിടിച്ച് ശരിക്കും കുരിശിലേറ്റണം എന്ന് മാത്രം പറയും. അപ്പൊ ജൂഡിറ്റ് കിങ് അക്ബത്തിനോട് പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയും. അപ്പൊ കിങ് അക്ബത്ത് മരിച്ചതുപോലുള്ള അവന്റെ അഭിനയം, അതാണ് റാഗ്നർ. അവന്റെ ബുദ്ധി സമ്മതിച്ചു കൊടുക്കണം. അപ്പോൾ ജൂഡിറ്റ് ആത്തലിസ്റ്റിനെ പറ്റി അയാൾക്ക് ഒന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞിങ്ങനെ പറയും. ജൂഡിറ്റിന്റെ മനസ്സ് മുഴുവനായിട്ട് ഇപ്പോഴും ആത്തലിസ്റ്റൻ തന്നെയാണ്. അപ്പൊ കിങ് അക്ബത്ത്, എൻ്റെ സുഹൃത്ത് ആത്തലിസ്റ്റൻ നിന്നിലൂടെയും നിന്റെ കുഞ്ഞ് ആൽഫ്രണ്ടിലൂടെയും ജീവിക്കുന്നുണ്ട് ജൂഡിറ്റ് എന്ന് പറഞ്ഞിങ്ങനെ സമാധാനപ്പെടുത്തും. റോളോ ഫ്രാങ്ക് ഭാഷ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പാരീസിലെ ഒരു അധ്യാപകൻ മൂലം. പക്ഷേ റോളോയ്ക്കാണെങ്കിൽ ആ ഭാഷ പഠിക്കാനായിട്ട് ഇങ്ങനെ നന്നായിട്ട് കഷ്ടപ്പെടും. എത്ര പറഞ്ഞു കൊടുത്താലും തെറ്റായിട്ട് തന്നെ ഈ ഫ്രാങ്ക് ഭാഷ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുന്ന ആ അധ്യാപകനാണെങ്കിൽ ഇപ്പോൾ നന്നായിട്ട് ദേഷ്യപ്പെടും. ഇപ്പോൾ അധ്യാപകൻ ദേഷ്യപ്പെടുന്നത് കാണുന്ന റോളോയും ഇപ്പോൾ നന്നായിട്ട് ദേഷ്യപ്പെടും. റോളോയുടെ ദേഷ്യമാണെങ്കിൽ നമുക്ക് തന്നെ അറിയാമല്ലോ റോളോ ദേഷ്യപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന്. ആ അധ്യാപകനെ തൂക്കിയെടുത്ത് എറിയും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകും. ഇവിടെ ബിയാൻ ആണെങ്കിൽ ആ കൊടും തണുപ്പത്ത് കുറേ ദൂരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബിയാൻ്റെ കണ്ണിൽ ഒരു വലിയ കരടി കാണും. പക്ഷെ അവിടെയാണെങ്കിൽ ഒരു കരടി പോലും ഇല്ല. ഇതൊക്കെ ബിയാൻ്റെ തോന്നലാണ്. കുറേ നേരമായിട്ട് ഈ കരടിയെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കൊണ്ട് ബിയാൻ ഇതിനു മുൻപ് ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ വനത്തിനുള്ളിൽ തന്നെ. ഇപ്പോൾ ആ വനത്തിനുള്ളിൽ പോകും. രാത്രിയിൽ ചൂട് കായാനായിട്ട് വിറകുകളൊക്കെ ഇങ്ങനെ മാറ്റി നോക്കിയതും ഇപ്പോൾ ഒരു ബാരൽ കാണും. അതങ്ങനെ തുറന്ന് നോക്കിയതും അതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് മദ്യമുണ്ട്. ഇപ്പം നന്നായിട്ട് സന്തോഷപ്പെടും. ഇപ്പം രാത്രിയിൽ മുഴുവനായിട്ട് ആ മദ്യം അങ്ങനെ കുടിച്ചു തീർക്കും. ഇപ്പം നല്ല സന്തോഷത്തിൽ ബിയാൻ ആ മദ്യ ലഹരിയിൽ ഇങ്ങനെ ഒരു കുറുക്കനെ പോലെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവിടെ തന്നെ അങ്ങനെ കിടന്നുറങ്ങും. ഇപ്പം അടുത്ത ദിവസം രാവിലെ ബോധം തിരിച്ചു വന്നങ്ങനെ എണീറ്റതും അങ്ങനെ ഛർദ്ദിക്കും. ഇന്നലെ കുടിച്ച മദ്യത്തിൻ്റെ ആ തലക്കെട്ടിൻ്റെ ആ ലഹരിയിൽ. എന്നിട്ട് അങ്ങനെ നോക്കിയതും ഒരു ശരിക്കുള്ളൊരു കരടി ഇങ്ങനെ പോകുന്നത് കാണും.
ഇവിടെ കാത്തഘട്ടിൽ റാഗ്നറിന്റെ കുട്ടികൾക്ക് അവരുടെ ദൈവങ്ങളായ ഓഡിൻ തോർ ഇവരെ പറ്റിയുള്ള കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതിൽ ഇവരെല്ലാവരും ചതിക്കുന്നതായിട്ടുള്ള ഒരാളെ പോലെ ഇങ്ങനെ ഹാർബാർഡ് എന്ന് പറഞ്ഞിങ്ങനെ ആസ്ലോഗിനെ ഇങ്ങനെ കുത്തി സംസാരിക്കും. അപ്പോൾ ഹിൻസെങ്ക്, അച്ഛൻ ഹാർബാർഡിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ചിലപ്പോൾ നിന്റെ അമ്മ കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞതും ഇത് കേട്ടതും അങ്ങനെ ആസ്ലോഗ് അവിടെ നിന്ന് അങ്ങനെ എണീറ്റ് പോകും. ബിയാൻ കോടാലിയും ആയുധങ്ങളെല്ലാം എടുത്തിട്ട് ആ വനത്തിനുള്ളിൽ മൊത്തം ആ ദിവസം മുഴുവനായിട്ട് ഇങ്ങനെ ആ കരടിയെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. പിന്നെ അവസാനം ഒരു വഴിയായിട്ട് ആ കരടിയെ കണ്ടുപിടിക്കും. ആ കരടിയെ ഇങ്ങനെ വേട്ടയാടാൻ പോയതും ആദ്യം തന്നെ ആ കരടി ബിയാൻ്റെ നെഞ്ചത്ത് തന്നെ ഇങ്ങനെ മാന്തും. പക്ഷേ എന്നാൽ ബിയാൻ എങ്ങനെയൊക്കെയോ ആ കരടിയെ പോരാടി നല്ല ധൈര്യത്തിൽ ആ കരടിയെ വെട്ടി വെട്ടി കൊല്ലും. എന്നിട്ട് നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ ആർപ്പ് വിളിച്ച് കത്തും. ഇവിടെ കാത്തഘട്ടിലുള്ള റാഗ്നറിന്റെ മനസ്സ് മുഴുവനായിട്ട് ഇപ്പോൾ എന്തോ പോലുണ്ട്. ബിയാണിനെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിക്കും ബിയാണിന്റെ ചെറുപ്പകാലമൊക്കെ. ഇതിനു മുൻപൊരു അടിമയായിട്ടുള്ള പെണ്ണിനെ ക്യൂൻ ആസ്ലോഗ് വില കൊടുത്ത് വാങ്ങില്ലേ യുഡു. അവൾ ഇങ്ങനെ വന്നിട്ട് റാഗ്നറിനോട് ഒരു മീൻ ചോദിക്കും. അപ്പം റാഗ്നർ ഇങ്ങനെ ഒരു മീൻ എടുത്തു കൊടുക്കും. ഇവിടെ മേഴ്സിൽ ക്യൂൻ കുന്തനത്തിനെയും അവളുടെ മകൻ മാഗ്നസിനെയും ലോർഡ് ആത്തൽവൾഫ് രക്ഷിച്ച് ഇവരെ ഇങ്ങനെ വെക്സസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിയിൽ നന്നായിട്ട് മഞ്ഞ് പെയ്ത് ഇങ്ങനെ തണുത്ത് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ കൊടും തണുപ്പത്ത് ക്യൂൻ കുന്തനത്തും മാഗ്നസും ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. അപ്പൊ കുന്തനത്ത് ചൂട് കഴിഞ്ഞാൽ തീ കത്തിക്കണം. അപ്പ എത്തിൽവുൾഫ്, അത് പറ്റില്ല, നമ്മളിപ്പോഴും മേഴ്സിയിൽ തന്നെയാണ് ഉള്ളത്, ഉറപ്പായും അവർ നമ്മളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്ക്, അവന് വിശപ്പകറ്റാൻ ഒന്നുമില്ല, തണുത്ത് വിറച്ച് മരവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പ എത്തിൽവുൾഫ് ഏതൊരു മൃഗത്തിന്റെ പച്ച ഇറച്ചി കഷ്ണം എടുത്ത് കുന്തനത്തിന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ അവളും, ഇല്ല ഇല്ല, ഇതൊന്നും അവൻ കഴിച്ചിട്ടില്ല, അവൻ കഴിച്ചില്ലെങ്കിലും ഇത് നീ കഴിക്കണം, നീ ജീവിക്കണം എന്ന് പറയും. അപ്പൊ തന്നെ ആ പച്ച ഇറച്ചി കഷ്ണം അങ്ങനെ കുന്തനത്ത് കഴിക്കും. പിന്നെ ആത്തൽവുൾഫ് തണുപ്പകറ്റാനായിട്ട് മാറ്റിവെച്ചിരുന്ന കമ്പിളി പുതപ്പ് ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പുതച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ ഇവർ ഇങ്ങനെ യാത്ര തുടരും. എവിടെ ബിയാണ വേട്ടയാടിയ കരടിയുടെ തോലൊക്കെ ഉരിച്ചെടുത്ത് ഇങ്ങനെ വെട്ടി തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ബിയാൻ്റെ നെഞ്ചിൽ നന്നായിട്ട് മുറിവായിട്ടുണ്ട്. ആ കരടിയെ വേട്ടയാടുമ്പോൾ ആയ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി ബിയാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കത്തിനെ നന്നായിട്ട് ചൂടാക്കി പഴുപ്പിച്ചിട്ട് ഇങ്ങനെ നെഞ്ചത്ത് വെക്കും, ആ മുറിവുകളൊക്കെ വേഗം ഉണങ്ങാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇതുപോലെ വലുതായിട്ട് എന്തെങ്കിലുമൊക്കെ മുറിവുകളൊക്കെ ആയാൽ ഇങ്ങനെ തുന്നിക്കെട്ടുമൊന്നുമില്ല, നമ്മൾ തന്നെ നമ്മളെ സ്വയം നോക്കണം. അതും ഇതുപോലെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തന്നെ നമ്മൾ സ്വയം നമ്മളെ ചികിത്സിക്കണം. എവിടെ വെക്സസിൽ രാത്രി കിങ് എഗ്ബത്ത് ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂഡിറ്റ് ഇങ്ങനെ വന്നിട്ട് പറയും, ഞാൻ സ്വമേധയായി നിങ്ങൾക്ക് വഴങ്ങണമെങ്കിൽ നിങ്ങളും സ്വമേധയായി എനിക്ക് തുല്യമായി എന്നെ അംഗീകരിക്കണം. പക്ഷെ ആത്തലിസ്റ്റനെ തൊട്ട് നിങ്ങൾ സത്യം ചെയ്യണം, നിങ്ങൾ എന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്ന്. അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അപ്പൊ കിങ് എഗ്ബത്ത്, ഞാൻ എൻ്റെ സ്വന്തം ജീവനേക്കാൾ വലുതായി കണക്കാക്കുന്ന അവൻ്റെ ജീവനെ തൊട്ട് സത്യം ചെയ്യുന്നു. എൻ്റെ സ്നേഹം നിന്റെ മകനോട് മാത്രം ആയിരിക്കില്ല, നിന്നോടും കൂടിയായിരിക്കും. ഇനി നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, നിനക്ക് ഇവിടെ നിന്ന് പോവാം, നിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം എന്ന് പറഞ്ഞതും അപ്പോൾ ജൂഡിറ്റ് സ്വയം ഇങ്ങനെ വസ്ത്രമൊക്കെ അഴിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ റൊമാൻറ്റിക് ആവും. ഇവിടെ കാത്തഘട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കിങ് റാഗ്നർ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് അങ്ങനെ ഞെട്ടി എഴുന്നേൽക്കും. എന്നിട്ട് അങ്ങനെ പുറത്തു പോകും. അതുപോലെ തന്നെ വെക്സസിൽ ഉള്ള കിങ് എഗ്ബത്തോ ഇതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ എഴുന്നേറ്റിട്ട് ആത്തലിസ്റ്റൻ ഇതിനു മുൻപ് ജോലി ചെയ്തിരുന്ന ആ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ മുറിക്കുള്ളിലോട്ട് അങ്ങനെ പോകും. റാഗ്നർ തൻ്റെ ഗ്രേറ്റ് ഹാളിലെ വാതിലുകളൊക്കെ ഇങ്ങനെ തുറന്നു വയ്ക്കും. എന്നിട്ട് റാഗ്നർ തൻ്റെ ഏളിൻ്റെ സിംഹാസനത്തിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. ഇപ്പം എല്ലാം മൂടി പൊതിച്ച് ഒരാൾ വന്ന് റാഗ്നറിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് റാഗ്നറിന്റെ കാലുകളൊക്കെ ഇങ്ങനെ കഴുകി കൊടുക്കും. അതുപോലെ തന്നെ കിങ് എഗ്ബത്ത് ഉള്ളവിടെ നല്ല ശക്തമായിട്ട് കാറ്റടിക്കും. ഇപ്പോഴവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് കിങ് എഗ്ബത്തിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെ റാഗ്നർ ഉള്ളവിടെ ആ പുതപ്പൊക്കെ ഇട്ട് മൂടിയിട്ട് ഒരാൾ വന്നില്ല. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ കാണിക്കും. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് വേറെ ആരുമല്ല, ഏത്തലിസ്റ്റനാണ്. കിങ് എഗ്ബത്ത് ഉള്ള ആ മുറിക്കുള്ളിലേക്ക് ഒരാളിപ്പോൾ ഇങ്ങനെ വരും. അത് ആത്തലിസ്റ്റൻ തന്നെയാണ്. ആത്തലിസ്റ്റൻ്റെ മേലെ ഈ രണ്ട് കിങ്ങുകൾക്ക് നല്ല മര്യാദയുണ്ട്. ആത്തലിസ്റ്റന് വേണ്ടി ഇവർ രണ്ടുപേരും എന്ത് വേണമെങ്കിലും ചെയ്യും. മരിച്ചുപോയ ആത്തലിസ്റ്റൻ എങ്ങനെയാണ് ഈ രണ്ട് സ്ഥലത്തും ഒരേപോലെ ഉള്ളത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ആത്തലിസ്റ്റൻ ശരിക്കും മരിച്ചുപോയി, പക്ഷേ ഈ രണ്ട് കിങ്ങിൻ്റെയും ഒരു സാങ്കല്പമാണിത്. റാഗ്നറിൻ്റെ അടുത്തുള്ള ആത്തലിസ്റ്റൻ റാഗ്നറിനെ നോക്കിയിട്ട് മേഴ്സി 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 എന്ന് പറഞ്ഞിങ്ങനെ 3 തവണ പറയും. ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്നത്തെ പോലെയാണ്. കിങ് എഗ്ബത്ത്, ഞാൻ നിനക്കാണ് കാത്തിരിക്കുന്നത് എൻ്റെ സുഹൃത്തെ എന്ന് പറഞ്ഞത്. അപ്പം ആത്തലിസ്റ്റൻ കിങ് എഗ്ബത്തിനെ നോക്കിയിട്ട് ഇങ്ങനെ ബ്ലെസ് ചെയ്യും. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ ആത്തലിസ്റ്റനെ ഇങ്ങനെ തൊടാൻ പോയത് ആത്തലിസ്റ്റൻ അങ്ങനെ മറിഞ്ഞു പോകും. അടുത്ത ദിവസം രാവിലെ ജൂഡിറ്റ് ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അവിടേക്ക് കിങ് എഗ്ബത്ത് വന്നിട്ട് പറയും, എനിക്ക് തോന്നുന്നു ആത്തലിസ്റ്റൻ മരിച്ചു എന്ന്. എന്താ അങ്ങനെ തോന്നാൻ? അപ്പം പറയും, എനിക്ക് മുന്നിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു, ഈ മുറിക്കുള്ളിൽ വെച്ച് തന്നെ അവൻ എന്നെ അനുഗ്രഹിക്കുകയും കുരിശു വരയ്ക്കുകയും ചെയ്തു.
പക്ഷെ അവൻ നിശബ്ദനായിരുന്നു. ഞാൻ അവനെ കണ്ടപ്പോഴേക്കും ആ രൂപം അങ്ങനെ മറഞ്ഞുപോയി. അപ്പോഴേക്കും എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ഉള്ളിൽ നിന്ന് അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടതും ജൂഡിറ്റിന് നന്നായിട്ട് സങ്കടം വന്നിങ്ങനെ കരയും. ഇവിടെ അവസാനം എങ്ങനെയൊക്കെയോ വെക്സസിലേക്ക് തിരിച്ചു വന്നു. എത്തിൽ വുൾഫും കുന്തനത്തിനെയും കൂട്ടിയിട്ട് ഇപ്പോൾ കുന്തനത്ത്, ഞാൻ നിങ്ങളോടും നിങ്ങളുടെ മകൻ എത്തിൽ വുൾഫിനോട് നന്ദി പറയുന്നു. മരണത്തിൻ്റെ വക്കിൽ നിന്ന് എന്നെയും എൻ്റെ കുഞ്ഞിനെയും രക്ഷിച്ചത് അദ്ദേഹമാണ്. അപ്പോൾ കിങ് എഗ്ബത്ത്, ഇതാണോ മാഗ്നസ് റാഗ്നർ ലോത്ത്ബ്രോക്കിൻ്റെ പുത്രൻ? അതെ, മേഴ്സിയുടെ അവകാശി. ശരി, ഉള്ളിലേക്ക് വരൂ, കഴിക്കൂ, നന്നായിട്ട് വിശ്രമിക്കൂ എന്ന് പറഞ്ഞിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷേ കിങ് എഗ്ബത്ത് തൻ്റെ മോൻ എത്തിൽ വുൾഫ് യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല. എത്തിൽ വുൾഫ് ഇങ്ങനെ അടുത്തേക്ക് വന്നതും ജൂഡിറ്റ് ഇങ്ങനെ കരയും. അപ്പം എത്തിൽ വുൾഫ് അവളോട്, നീ എന്താ കരയാണോ? അതെ, സ്വന്തം ഭർത്താവ് ഒരു അപകടം തരണം ചെയ്തു വരുമ്പോൾ ഭാര്യ കരയാൻ പാടില്ലേ? സന്തോഷക്കണ്ണീരാണ് എത്തിൽ വുൾഫ്, സന്തോഷം കൊണ്ടാണ് എന്ന് പറഞ്ഞിങ്ങനെ പറയും. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് ക്യൂൻ കുന്തനത്തും ജൂഡിറ്റും ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ജൂഡിറ്റ് റാഗ്നറിൻ്റെ പുതിയ വീരകഥകൾ കേട്ടിരുന്നു. ഇല്ല, അദ്ദേഹം ഒരു വലിയ സൈന്യവുമായി ചെന്ന് പാരീസിനെ ആക്രമിച്ചു. റാഗ്നർ മരിച്ചു പോയതുപോലെ അഭിനയിച്ച് നഗരത്തിലേക്ക് കയറിയതാണത്രേ. പിന്നെ പുറത്ത് കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പോരാളികൾക്ക് കോട്ടവാതിലുകൾ തുറന്നു കൊടുത്തു. പിന്നെ എൻ്റെ അധ്യാപകൻ പ്രൊഡിൻഷ്യസ് പറഞ്ഞത് പ്രകാരം ഈ സംഭവത്തിനു ശേഷം കുറേയധികം നോർത്തമാൻസ് രോഗങ്ങൾ വന്നു മരിച്ചത്രേ. ദൈവശിക്ഷയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ റാഗ്നർ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം കുന്തനത്ത്, റാഗ്നർ ലോത്ത്ബ്രോക്ക് മരിച്ചിട്ടില്ല. അവനൊരു സാധാരണ മനുഷ്യനല്ല. എനിക്കറിയാം, അവൻ്റെ ആത്മാവിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂഡിറ്റ്, ആത്തലിസ്റ്റൻ മരിച്ചുപോയി. ആത്തലിസ്റ്റനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ, ആൽഫ്രണ്ടിൻ്റെ അച്ഛൻ. എത്തിൽ വുൾഫ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ നിമിഷം തന്നെ എനിക്ക് ശിക്ഷയായിട്ട് എൻ്റെ ചെവി അറുത്തുമാറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെവി കാണിച്ചു കൊടുക്കും. ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് കുന്തനത്ത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ കിടക്കും. ഇപ്പോൾ അവളുടെ മുറിയിലേക്ക് പ്രിൻസ് എത്തിൽ വുൾഫ് വരും, നന്നായിട്ട് തണുത്ത് വിറച്ചിട്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ റൊമാൻറ്റിക് ആവും. ഇവിടെ ബിയാണ കൊടും തണുപ്പത്ത് ആ കരടിയുടെ തോലൊക്കെ ഉരിച്ചെടുത്തൊരു വസ്ത്രം പോലെ ഉണ്ടാക്കി ഇങ്ങനെ മേലിട്ട് ഇങ്ങനെ നടന്നു പോയിട്ട് ഇങ്ങനെ തണുത്തുറഞ്ഞു നിൽക്കുന്ന ആ വെള്ളത്തിൽ പോയി ഇങ്ങനെ ചാടി മുങ്ങിക്കുളിക്കും. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു രംഗമാണ്. ഇപ്പോൾ ബിയാൻ മുൻപുള്ളതിനേക്കാളും ഭയങ്കരമായിട്ടും ശക്തനായി കഴിഞ്ഞു എന്ന് തെളിയിക്കുകയാണ്. എത്ര വലിയ കഠിനമായിട്ടുള്ള അവസ്ഥയാണെങ്കിലും താൻ അതിജീവിക്കും എന്ന് പറഞ്ഞ്. കാത്തഘട്ടിലുള്ള കിങ് റാഗ്നർ ഇന്നലെ രാത്രി ഏത്തലിസ്റ്റിനെ കണ്ടല്ലോ. അത് തന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു വലിയ കോടാലി എടുത്ത് ഫ്ലോക്കിയുള്ള ആ ഗുഹയ്ക്കുള്ളിലോട്ട് പോകും. ഇത് കാണുന്ന ഫ്ലോക്കി പേടിച്ചിട്ട് റാഗ്നർ തന്നെ കൊല്ലാൻ പോവാണ് എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ റാഗ്നർ ഹിൽഗയെ നോക്കിയിട്ട്, നീ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഹിൽഗ എന്ന് പറഞ്ഞ് റാഗ്നർ തൻ്റെ കയ്യിലുള്ള കോടാലിയും കൊണ്ട് ഫ്ലോക്കിയെ വെട്ടുമെന്ന് വിചാരിച്ചാൽ ഫ്ലോക്കിയെ കെട്ടിയിട്ടിരിക്കുന്ന ആ കയറുകൾ മാത്രം അറുത്തിട്ട് അങ്ങനെ പോകും. ഫ്ലോക്കിയോട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ അങ്ങനെ പോകും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡും കഴിയുന്നു. അതായത് ഇതിനു മുൻപ് റാഗ്നറിനോട് ഏത്തലിസ്റ്റൻ മേഴ്സി മേഴ്സി എന്ന് പറഞ്ഞല്ലേ, അത് കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു റാഗ്നർ ഫ്ലോക്കിയെ വെറുതെ വിട്ടത്. അതോ ഇനി ഹിൽഗ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നു കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാണോ എന്നറിയില്ല. ഇതിനുശേഷം ഇനി അടുത്ത എന്താണ് സംഭവിക്കാൻ പോകുന്നത്? റോളോ ആണെങ്കിൽ റാഗ്നറിന് എതിരായിട്ട് പാരീസിൽ നിൽക്കാൻ. വെക്സസിൽ എത്തിൽ വുൾഫ് ഭയങ്കരമായിട്ടും ശക്തനായി കഴിഞ്ഞു. കിങ് എഗ്ബത്തിൻ്റെ ബുദ്ധി നമ്മളാരും പ്രതീക്ഷിക്കാത്ത പോലെയാണ്. കിങ് എലൈന് അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് തന്നെ അറിയില്ല. ലഗാത്ത, കാൽഫ് ഇവരൊക്കെ ഹിഡേബിൽ തന്നെ ഉണ്ട്. കാൽഫ് ആണെങ്കിൽ ബിയാണ്ണെ കൊല്ലാനായിട്ട് ഒരുത്തനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ നോക്കാം.